ഇത് പ്ലാത്തിക്കൂക വേവിച്ചതാണ്. കുറച്ച് കഷ്ണങ്ങളാണിത്. പ്ലാത്തിക്കൂക വേവിച്ച് തിന്നാൻ പറ്റും. ഈ കൂക പൊടിയുള്ള കൂവയാണ്. നമ്മൾ മറ്റു കൂകയെ പോലെ തന്നെ അല്ല, ഇത് പച്ചയിൽ തന്നെ തിന്നാൻ പറ്റും. ഇതതിൻ്റെ ചെടിയാണ്. ഈ ചെടീൻ്റെ ഇല വാടി പഴുത്ത് കൊഴിഞ്ഞതിന് ശേഷമാണ് ഈ കൂക എടുക്കേണ്ടത്. അപ്പോഴാണ് ഈ കിഴങ്ങിന് പൊടി ഉണ്ടാവുക. പച്ചയിലെടുക്കാൻ പറ്റില്ല. പച്ചയിലെടുത്താൽ പൊടി കുറയും. ഇത് കൂകേൻ്റെ കിഴങ്ങാണ്. കിഴങ്ങ് തോല് ഒളിച്ച് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് കിഴങ്ങ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത്ര ആൾക്ക് അറിയുമെന്നറിയില്ല. അതിൽ നിന്ന് കുറച്ചെടുത്ത് വേവിച്ചതാണ്. കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചതാണ്. ഇത് പച്ചയിൽ വേവിച്ച് തിന്നാൻ പറ്റും. പച്ചയ്ക്ക് തിന്നാനും പറ്റും. പച്ചയിൽ ഇങ്ങനെ അതുപോലെ വേവിച്ചും തിന്നാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൂക അരച്ചെടുത്തതിന് ശേഷം പൊടിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊടിയാക്കിയിട്ട് തിളപ്പിച്ച് കുടിക്കാനും പറ്റും. ഇത് വേവിച്ചതാണ്.